afraid of the dark? Are you scared? I can see you from behind. You can hear me in your mind. Run so fast as you can go. Time will catch you before you know. Are you afraid of the dark? ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സീരിയൽ കില്ലേഴ്സും സൈക്കോസും ഒക്കെയാണ് ട്രെൻഡിങ്. അതുകൊണ്ടാണ് ഒന്ന് വ്യത്യസ്തമാകാൻ വേണ്ടിയിട്ടാണ് റിയൽമി എക്സ്ടിയുടെ അൺബോക്സിങ് ഈ ഒരു ലെവലിൽ ചെയ്തത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, ക്ഷമിക്കുമെന്നും വിചാരിക്കുന്നു. എനിവേ, റിയൽമി എക്സ്ടി, റിയൽമി എക്സ് സീരീസിൽ വരുന്ന ഫോണിലെ കുറച്ച് അഡ്വാൻസ്ഡ് മോഡലായ റിയൽമി എക്സ്ടി എന്നൊരു മിഡ് റേഞ്ചിലുള്ള ഫോണ് അവർ കഴിഞ്ഞ മാസം അവതരിപ്പിച്ചു. നമ്മളത് അൺബോക്സ് ചെയ്യുകയാണ്. വെൽക്കം ടു ഫുഡ് ഫോട്ടോ വാക്ക്. Are you afraid of the dark? അപ്പോൾ നമ്മുടെ സൈക്കോ ലെവൽ അൺബോക്സിങ് നിങ്ങൾ കണ്ടു. ഇനി ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഫോണിലുള്ള എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾ നേരത്തെ ഒരുപാട് വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും. എന്ത് സാധാരണ ഉള്ളതുപോലെ തന്നെ ചാർജർ, ഒരു സിം എജക്റ്റിംഗ് ടൂൾ, അതിൻ്റെ ഒരു യൂസർ മാനുവൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അതിനകത്തുള്ളത്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, അതിൻ്റെ ഒരു ബാക്ക് പൗച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഫോണിൻ്റെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബാക്ക് കേസ് റിയൽമി അതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. കൂടുതലായിട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസിൽ അതിൻ്റെ ഒരു റിവ്യൂയിലേക്കൊക്കെ നമുക്ക് പോകാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വൺസ് അഗെയിൻ വെൽക്കം ടു ഫുഡ് ഫോട്ടോ വാക്ക്. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, റിയൽമി എക്സ് എന്നുള്ള ഒരു ഫാമിലിയിലേക്കാണ് റിയൽമി എക്സ്ടി എന്ന് പറയുന്ന പുതിയ ഒരു മോഡൽ കൂടി അവർ ആഡ് ചെയ്തിരിക്കുന്നത്. ഇതുവരെ നമ്മൾ കണ്ട ക്യാമറയിലൊക്കെ 48 മെഗാ പിക്സൽ ആയിരുന്നു ക്യാമറ, അല്ലെങ്കിൽ 30 മെഗാ പിക്സലൊക്കെ ആയിരുന്നു ക്യാമറ. മെഗാ പിക്സലിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പറയുന്നില്ല. നമ്മൾ നേരത്തെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. മെഗാ പിക്സൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. എനിവേ, 64 മെഗാ പിക്സൽ അല്ലെങ്കിൽ 64 MB എന്ന് പറയുന്നത് ഒരു മൊബൈൽ ക്യാമറയിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു മൊബൈൽ സെൻസറിലേക്ക് വരുമ്പോൾ 64 മെഗാ പിക്സൽ എന്ന് പറയുന്നത് എത്രത്തോളം പിക്ചറിന് ഒരു മിഴിവ് നൽകും, അല്ലെങ്കിൽ എത്രത്തോളം ഒരു പിക്ചർ റെസൊല്യൂഷൻ നൽകും എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന റിയൽമി എക്സിന്റെ ഒന്ന് പോളിഷ് ചെയ്ത ഒരു വേർഷൻ, അല്ലെങ്കിൽ റിയൽമി 5 പ്രോയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വേർഷൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഡിസൈൻ കൊണ്ടും അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഒരു ഫീച്ചർ കൊണ്ടും നമുക്ക് റിയൽമി എക്സ്ടിയെ വിശേഷിപ്പിക്കാം. ഇതുവരെ അവതരിപ്പിച്ചിട്ടുള്ള ക്യാമറ ഫോണുകളിൽ 64 മെഗാ പിക്സൽ റെസൊല്യൂഷൻ തരുന്ന, അല്ലെങ്കിൽ 64 മെഗാ പിക്സലിന്റെ ഒരു ക്യാമറ തരുന്ന ഒരു ഫോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇറങ്ങിയതിനുള്ളിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൺ തന്നെയാണ് റിയൽമി എക്സ്ടി. മറ്റു ബ്രാൻഡുകൾ, അതായത് കമ്പയർ ചെയ്യാൻ പറ്റുന്ന മറ്റു ബ്രാൻഡുകളുമായിട്ട് നോക്കുമ്പോൾ ഇനി വരാനുള്ളത് റെഡ്മിയുടെ നോട്ട് 8 പ്രോ ആണ്. 64 മെഗാ പിക്സലിന്റെ ക്യാമറ തന്നെയാണ് ഫോൺ സെല് ചെയ്യുന്നതിന്റെ ഒരു അട്രാക്ഷൻ. നമ്മൾ ക്യാമറ സാമ്പിൾസ് അല്ലെങ്കിൽ ക്യാമറയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിവ്യൂ അടുത്ത എപ്പിസോഡ് നമ്മൾ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു ഫിസിക്കൽ ഡയമെൻഷൻ അല്ലെങ്കിൽ ഒരു ഫിസിക്കലി ഒരു ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ റിയൽമി എക്സ്ടി വളരെ നല്ല ഒരു ഡിസൈനാണ്. പ്രധാനമായിട്ടും 2 കളറിലാണ് ഫോൺ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒന്ന് പേൾ ബ്ലൂ, ദെൻ പേൾ വൈറ്റ്. ഫ്രണ്ട് പാനൽ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ഡിസ്പ്ലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും മുകളിലായിട്ടാണ് സ്പീക്കറുകളുടെ സ്ഥാനം. അതുപോലെ തന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിലുള്ള ഒരു ഓഡിയോ ക്വാളിറ്റി തരുന്ന ഒരു സ്പീക്കർ തന്നെയാണ്. ഒപ്പം തന്നെ തൊട്ട് താഴെയായിട്ട് ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ച് എന്ന രീതിയിലാണ് ക്യാമറ വന്നിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ 16 മെഗാ പിക്സലിന്റെ ഒരു ക്യാമറയാണ്, 16 മെഗാ പിക്സലിന്റെ ഒരു ക്യാമറയാണ്. ഡിസ്പ്ലേ വരികയാണെങ്കിൽ സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബട്ടണുകളുടെ ഓറിയന്റേഷൻ നോക്കുകയാണെങ്കിൽ വോളിയം അപ്പ് ബട്ടൺ, വോളിയം ഡൗൺ ബട്ടൺ ഈ 2 സൈഡിലായിട്ട് കാണുന്നതാണ്. അതുപോലെ തന്നെ പവർ ബട്ടൺ സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ പിടിച്ച് ഫോൺ യൂസ് ചെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ ഈ ഒരു ബട്ടൺ ഉപയോഗിച്ച് നമ്മൾ ലോക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതൊരു സ്ക്രീൻഷോട്ടിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ഡ്രോബാക്ക് ആയിട്ട് അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ട് തോന്നുന്നത്. വലിയൊരു പ്രശ്നമല്ല, നമ്മളൊന്ന് ശ്രദ്ധിച്ച് അതുമായിട്ടൊന്ന് കുറച്ച് നാൾ യൂസ് ചെയ്ത് വന്ന് കഴിയുമ്പോൾ പ്രശ്നം ഒന്ന് പരിഹരിക്കപ്പെടുന്ന ഒരു പ്രശ്നം തന്നെയാണ്. ദെൻ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ നോക്കുകയാണെങ്കിൽ വളരെ ഫാസ്റ്റാണ്. അൺലോക്ക് ഒന്ന് കാണാൻ സാധിക്കും. ഫിംഗർ പ്രിന്റ് സെൻസറിലേക്ക് വരികയാണെങ്കിൽ അതും വളരെ ഫാസ്റ്റ് തന്നെയാണ്. ഫോൺ അൺലോക്ക് ആയിട്ടുണ്ട്. ക്യാമറയുടെ ഇന്റർഫേസ്, ക്യാമറയുടെ ഓറിയന്റേഷൻ ബോഡിയിൽ നിന്ന് കുറച്ച് മുകളിലേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ്. പക്ഷേ ബാക്ക് കവർ ഇട്ട് കഴിയുമ്പോൾ അങ്ങനെ ഒരു ഹമ്പ് ഫീൽ ചെയ്യാത്ത രീതിയിൽ തന്നെ അതുമായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട് എന്നുള്ളതൊരു അഡ്വാൻറ്റേജ് ആണ്.
ബോട്ടം സൈഡിലേക്ക് വരികയാണെങ്കിൽ വളരെ നല്ല ഓഡിയോ ക്വാളിറ്റിയാണ് സ്പീക്കറുകൾ തരുന്നത്. അതുപോലെ തന്നെ ടൈപ്പ് സി പോർട്ട്, ചാർജ് ചെയ്യുന്ന ഒരു പോർട്ടുണ്ട്, നോയ്സ് ക്യാൻസലേഷനുള്ള ഒരു മൈക്ക് ഉണ്ട്, ഒപ്പം തന്നെ 3.5 mm ഒരു ഓഡിയോ ജാക്കറ്റ് ഉണ്ട്. ഇത് വളരെ നല്ലൊരു ഡിസൈനാണ്, വളരെ ഹാൻഡി ആയിട്ടുള്ള ഡിസൈനാണ്. ഹാൻഡി ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ എന്ന് പറയാൻ സാധിക്കും. പക്ഷേ കുറച്ചൊരു ലെങ്ത് നമുക്ക് ഫോണിന് ടോട്ടലി ഫീൽ ചെയ്യുന്നുണ്ട്. ഇത്രയും നാൾ ചെറിയ ഫോൺ യൂസ് ചെയ്ത് പെട്ടെന്ന് ഒരു വലിയ ഫോണിലേക്ക് മാറുന്നവർക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നാൻ സാധ്യതയുണ്ട്. ഒരു 5 ഇഞ്ചിൽ നിന്ന് 6.4 ഇഞ്ച് എന്ന് പറയുന്ന വലിപ്പത്തിലേക്ക് മാറുമ്പോൾ ഉള്ള ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് എങ്ങനെയാണെന്ന് ജസ്റ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ബിൽറ്റ് ക്വാളിറ്റി ഉണ്ട്. ഓവറോൾ നോക്കുമ്പോൾ വളരെ നല്ലൊരു ഡിസൈൻ, അതുപോലെ തന്നെ ബാക്കിലെ ഒരു കളർ കോമ്പിനേഷനൊക്കെ ആണെങ്കിൽ ഒരു ഡാർക്ക് ബ്ലൂ ഒപ്പം തന്നെ ഒരു ലൈറ്റ് ബ്ലൂ ഗ്ലൈസിങ് ഒക്കെ കൂടി നോക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു ഡിസൈൻ, വളരെ നല്ല ഒരു ഫീച്ചർ, ലൈറ്റിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെ നല്ല ഡിസൈൻ തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കും. ഗോറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷനോട് കൂടി ഫ്രണ്ടിലും ബാക്കിലും ഗോറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷനോട് കൂടിയാണ് റിയൽമി XT അവതരിപ്പിച്ചിരിക്കുന്നത്. ഫോൺ വാങ്ങിയിട്ട് ഇപ്പോൾ ഒരാഴ്ചയിലേറെയായി. ഡിസ്പ്ലേയിലേക്ക് വരികയാണെങ്കിൽ സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ്. 6.4 ഇഞ്ചാണ് ഡിസ്പ്ലേയുടെ ഒരു വലിപ്പം വരുന്നത്. ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ്, അതുപോലെ തന്നെ ഫേസ് അൺലോക്ക് ഒക്കെ വളരെ നല്ല രീതിയിൽ വളരെ കാര്യക്ഷമമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഇത്രയും ദിവസത്തെ യൂസേജ് കൊണ്ട് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം. സിമ്മിൻ്റെ കാര്യത്തിലേക്കൊക്കെ വരികയാണെങ്കിൽ 2 സിം കാർഡ് ഒപ്പം തന്നെ ഒരു മൈക്രോ SD കാർഡ് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സിം ട്രേ ആണ് റിയൽമി XTക്കുള്ളത്. 4 ക്യാമറകളാണ് റിയൽമി XTക്കുള്ളത്. അതായത് 64 ക്വാഡ് ക്യാമറ എക്സ്പേർട്ട് എന്നാണ് കമ്പനി ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. 4 ക്യാമറകളിൽ ഒന്ന് 64 മെഗാപിക്സലിൻ്റെ ക്യാമറയാണ്. അതുപോലെ തന്നെ 8 മെഗാപിക്സലിൻ്റെ ക്യാമറ, 2 മെഗാപിക്സലിൻ്റെ ക്യാമറ, മറ്റൊരു 2 മെഗാപിക്സലിൻ്റെ ക്യാമറ. 4 ക്യാമറകളാണ് ഫോണിനുള്ളത്. 64 മെഗാപിക്സൽ ക്യാമറയുടെ താഴെ 64 MB എന്ന് ബാഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ടെക്സ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സൈഡിലായിട്ട് ഒരു ഫ്ലാഷിൻ്റെ സൈഡിലായിട്ട് തന്നെ 4 ക്യാമറകളുടെ ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ, അതുപോലെ തന്നെ AI ക്യാമറ എന്നും അവർ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. ചാർജിങ് ഫീച്ചറിലേക്ക് നോക്കുകയാണെങ്കിൽ അഡാപ്റ്റർ ടൈപ്പ് C പോർട്ടാണ്. അതുപോലെ തന്നെ 20 വാട്ട്സിൻ്റെ വൂക്ക് 3.0 വരുന്ന ഒരു ഫാസ്റ്റ് ചാർജിങ് സെറ്റപ്പാണ് റിയൽമി XTക്ക് ഉള്ളത്. ഡിസൈൻ്റെ കാര്യത്തിൽ ഓവറോൾ നോക്കുമ്പോൾ വളരെ നല്ല രീതിയിലുള്ള ഒരു ഫീച്ചർ തരുന്നത്, അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ ഒരു പ്രീമിയം ലുക്ക് തരുന്ന ഒരു ഫോൺ തന്നെയാണ് റിയൽമി XT. മെമ്മറി കോൺഫിഗറേഷനിലേക്കൊക്കെ വരുമ്പോൾ സ്നാപ്ഡ്രാഗൺ 712ന്റെ ഒക്ടാ കോർ പ്രോസസ്സറാണ്, 712 ഒക്ടാ കോർ പ്രോസസ്സറാണ് റിയൽമി XTക്ക് ഉള്ളത്. അതുപോലെ തന്നെ മെമ്മറി വൈസ് നോക്കുകയാണെങ്കിൽ 4GB RAM, 6GB RAM, 8GB റാമിൻ്റെ 3 വേരിയൻറ്റ്, റാം 3 വേരിയൻറ്റിലാണ് വരുന്നത്. അതുപോലെ തന്നെ 64GB, ദെൻ 128GB ആണ് മെമ്മറി സ്പെസിഫിക്കേഷൻസ്, റോം സ്പെസിഫിക്കേഷൻസ് വരുന്നത്. 4000 mAh ബാറ്ററിയാണ് റിയൽമി XTക്ക് ഉള്ളത്. ഗെയിമിംഗ് ഫീച്ചേഴ്സ് വരുമ്പോൾ അതിൽ ഒരുപാട് നേരം PUBG അതുപോലുള്ള ഗെയിംസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു കാര്യത്തിൽ ബാറ്ററി എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയില്ല, കാരണം ഞാൻ ഇങ്ങനെയുള്ള ഗെയിംസ് കളിക്കാറില്ല. എനിവേ നോർമൽ ആയിട്ടുള്ള ഒരു നെറ്റ് യൂസേജിലും അല്ലെങ്കിൽ ഒരു ദിവസത്തെ നോർമൽ ആയിട്ടുള്ള ഒരു യൂസേജിൽ വളരെ നല്ല ഒരു ബാറ്ററി ലൈഫ് തന്നെ കിട്ടുന്നുണ്ട്. 24 ഹവറിന് മുകളിൽ തന്നെ ബാറ്ററി നമുക്ക് നോർമൽ യൂസിൽ കിട്ടുന്നുണ്ട്. ഫാസ്റ്റ് ചാർജിങ്ങിലേക്ക് വരുമ്പോൾ ചാർജിങ് എത്രത്തോളം കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ ഞാനൊരു 8% നിന്ന് അല്ലെങ്കിൽ 7% നിന്ന് ചാർജ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 100% ആകാനായിട്ട് ഒരു 1 hour 10 minutes ആണ് ആദ്യത്തെ ഒരു ദിവസം ചാർജ് ചെയ്യാൻ വേണ്ടി എടുത്തത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ദിവസം നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ടാണ് നിങ്ങളോട് പറയുന്നത്. 1 hour 15 minutes ആണ് രണ്ടാമത്തെ ദിവസം ഫുൾ ചാർജ് ആവാൻ വേണ്ടി 7%, 8% ഓൾമോസ്റ്റ് ആ സമയമായപ്പോഴാണ് ചാർജ് ചെയ്യാനായിട്ട് വെച്ചത്. അപ്പോൾ കഴിയുമ്പോൾ ഒരു മണിക്കൂർ 10 മിനിറ്റൊക്കെയാണ് ഒരു ഫുൾ ചാർജിന് വേണ്ടി വരുന്ന സമയം. നിങ്ങൾക്കറിയാം നമ്മൾ ഫോട്ടോഗ്രാഫി റിലേറ്റഡ് വീഡിയോസാണ് കൂടുതലും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റിയൽമി XTയുടെ ക്യാമറ ഫീച്ചേഴ്സ് വിത്ത് സാമ്പിൾ ഇമേജ് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിവ്യൂ നമ്മൾ അടുത്ത എപ്പിസോഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ക്യാമറയെക്കുറിച്ച് നമ്മൾ ഒരുപാട് പറയുന്നില്ല. എങ്കിൽ തന്നെ ഒരു ക്യാമറ മെയിൻ സ്പെസിഫിക്കേഷൻ ആയിട്ട് വരുന്ന ഒരു ഫോൺ പറയുമ്പോൾ എന്തായാലും ക്യാമറയെക്കുറിച്ച് ജസ്റ്റ് പറഞ്ഞേ തരത്തുള്ളൂ. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് സാംസങ്ങിൻ്റെ GW1 എന്ന് പറയുന്ന ഒരു സെൻസർ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ഫോണിലാണ്, റിയൽമി XTയിലാണ്. 64 മെഗാപിക്സലിൻ്റെതാണ് ഈ ഒരു സെൻസർ. നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് സാംസങ്ങിൻ്റെ GW1 സെൻസറും സോണിയുടെ IMX586 എന്ന് പറയുന്ന സെൻസറിന്റെ കമ്പാരിസൺ വരുമ്പോൾ ഈ ഒരു 2 സെൻസറുകളാണ് കമ്പയർ ചെയ്യുന്നത്. എനിവേ 64 മെഗാപിക്സൽ ഈ വരുന്നത് സാംസങ്ങിന്റെ GW1 എന്ന് പറയുന്ന സെൻസറാണ്. ഐസോസെല്ലിന്റെ കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സെൻസർ തന്നെയാണ്. ഇതിനെക്കുറിച്ചും കൂടുതൽ വിശദമായിട്ട് തന്നെ നമ്മൾ പറയേണ്ടതുള്ളതുകൊണ്ട് കൂടുതലായിട്ട് ഇതിലേക്ക് പോകുന്നില്ല. ഇതൊരു നമുക്കൊരു ബേസിക് ഫോണിന്റെ ഒരു റിവ്യൂ എന്നുള്ള രീതിയിൽ കണ്ടാൽ മതി. ക്യാമറ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത എപ്പിസോഡ് ചെയ്യാം. ഓവറോൾ ഒരു മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന വളരെ മികച്ച രീതിയിൽ തന്നെ നമുക്ക് ഡെയിലി യൂസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗെയിംസും അതുപോലെയുള്ള കാര്യങ്ങളും ക്യാമറ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അതും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോൺ തന്നെയാണ് റിയൽമി XT. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന മറ്റ് ബ്രാൻഡുകൾ വരുന്ന ഫോണുകളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തന്നെയും ഏറ്റവും മികച്ച ഒരു ഓപ്ഷൻ തന്നെയാണ് റിയൽമി XT എന്ന് പറയുന്ന റിയൽമിയുടെ ഏറ്റവും പുതിയ ഫോൺ. സോ വീഡിയോ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ആർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ ഇതിൻ്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും എല്ലാം നിങ്ങൾ കേട്ടതാണ്. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ദയവായിട്ട് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.
അടുത്ത ആഴ്ച ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്യാമറ ഫീച്ചേഴ്സ്, സാമ്പിൾ ഇമേജസ്, വീഡിയോ ഫീച്ചേഴ്സ്, വീഡിയോയുടെ സ്റ്റെബിലിറ്റി, 4K റെസൊല്യൂഷനുള്ള വീഡിയോ, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് നോക്കാനുണ്ട്. ക്യാമറയുടെ എല്ലാ ഫീച്ചേഴ്സും, ക്യാമറ ഇൻ്റർഫേസും മൊത്തത്തിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ അടുത്ത ആഴ്ച ഒരു വീഡിയോയിൽ പറയും. സോ വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫോർ നൗ, സ്റ്റേ ട്യൂൺ ആൻഡ് ദിസ് ഈസ് ഫുഡ് ഫോട്ടോ.